ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BCom BBAയിലെ സബ്ജക്റ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചതിന് ശേഷം എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ PBSുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ 3 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും 2020, 2021, 2022 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ അതുപോലെ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മൊഡ്യൂൾ 1ൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു 6 ടോപ്പിക് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് പ്രൊഫഷണലിസം, എന്താണ് പ്രൊഫഷണലിസം, പ്രൊഫഷണലിസത്തുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രൊഫഷണലിസം പഠിക്കാം. ഒരു നല്ലൊരു പ്രൊഫഷണലിന് വേണ്ടിയിട്ടുള്ള ഒരു ഗുഡ് ക്വാളിറ്റീസ് റൈറ്റ് അതൊക്കെ എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചു പോവുക. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രൊഫഷണലിസം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊഫഷണൽ സ്കില്ല്, എന്താണ് പ്രൊഫഷണൽ സ്കില്ല്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ടോപ്പിക്ക് പഠിച്ചു പോവുക. പിന്നെ ഫസ്റ്റ് മോഡ്യൂൾ തന്നെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇമെയിൽ, സിഗ്നിഫിക്കൻസ് ഓഫ് ഇമെയിൽ ഇൻ ബിസിനസ്. ഇപ്പോൾ ഇമെയിൽ എന്താണ്, എങ്ങനെയാണ് ഒരു ഇമെയിൽ അയക്കുക, എങ്ങനെയാണ് ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇമെയിൽ ബിസിനസ്സിൽ എന്തൊക്കെ സിഗ്നിഫിക്കൻസ് ആണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ എഴുതാം. പിന്നെ ഡസ് ആൻഡ് ഡോൺട്സ് ഓഫ് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ, ഒരു ഇമെയിൽ കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെ ചെയ്യാൻ പാടുള്ളതുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തത്. ഓക്കെ, ഡസ് ആൻഡ് ഡോൺട്സ് ഓഫ് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നിർബന്ധമായിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ പ്രൊഫഷണലിസം എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചു പോകണം. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലേണിങ്ങുമായി ബന്ധപ്പെട്ടുള്ളൊരു ചാപ്റ്ററാണ് ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ലേണിംഗ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ലേണിംഗ് ഓക്കെ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ലേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ട്. ദെൻ എന്താണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്. അപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഓൺലൈൻ ലൈബ്രറി ചോദിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചാലഞ്ചസ് ഓഫ് ലേണിംഗ് ഇൻ ഇന്ത്യ, എന്തൊക്കെയാണ് ലേണിങ്ങിൻ്റെ ചാലഞ്ചസ് ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ഇ ബുക്സിൻ്റെ അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻസ്. അപ്പോൾ ഈ ബുക്സ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ടൈപ്സ് ആൻഡ് ഫോംസ് ഓഫ് കണ്ടൻറ്റ്, ഇതൊക്കെയാണ് കണ്ടൻറ്റ്, അതിൻ്റെ ടൈപ്സ് എന്താണ്, അതിൻ്റെ കണ്ടൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്. പിന്നെ കുറേ നിങ്ങൾക്ക് ജനറലായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം വേർഡ്സിൽ തന്നെ എഴുതാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ്, വാട്ട് ഈസ് മൂക്ക്, ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മൂക്ക്, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെന്ന് അറിയാം. അപ്പോൾ മൂക്കിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ആണ്. പിന്നെ മൂക്ക് പ്ലാറ്റ്ഫോമിന് ഇന്ത്യയിൽ മൂക്ക് പ്ലാറ്റ്ഫോം അതിനെ പറ്റിയിട്ട് എഴുതുക. അപ്പോൾ മൂക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ. അപ്പോൾ നിങ്ങൾ പ്രൊഫഷണലിൻ്റെ ഇത് പഠിക്കുന്ന പോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇവിടെ മൂക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. അപ്പോൾ മൂക്ക്, കണ്ടൻറ്റ്, ലേണിംഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് തേർഡ് ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ, തേർഡ് മൊഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ ഡാറ്റ അനാലിസിസ് ആണ്. ഡാറ്റ അനാലിസിസ് എന്താണ്, അതിൻ്റെ ടൈപ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസ്. ദെൻ വാട്ട് ഈസ് ഡാറ്റ മൈനിങ് എന്താണ്, പിന്നെ സ്ട്രക്ചേർഡ് ഡാറ്റ, അൺസ്ട്രക്ചേർഡ് ഡാറ്റ എന്താണ്, ഡാറ്റ ഇൻറ്റഗ്രിറ്റി. പിന്നെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബിഗ് ഡാറ്റ അനാലിസിസ്. പിന്നെ ഈ ബിഗ് ഡാറ്റയുടെ 4 ഡയമെൻഷൻസ്, അപ്പോൾ അത് പഠിച്ചു പോവുക, ഡയമെൻഷൻസ് ഓഫ് ബിഗ് ഡാറ്റ. പിന്നെ വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ. പിന്നെ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടത് ബിഗ് ഡാറ്റ അനാലിസിസ്. ഓക്കെ, അപ്പോൾ ബിഗ് ഡാറ്റ അനാലിസിസ് അതുപോലെ ബിസിനസ് ഡാറ്റ അനാലിസിസ് ഒക്കെ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാതും ഒന്ന് നോക്കിയിട്ട് പോവുക. ഇനി നാലാമത്തെ മൊഡ്യൂളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഐ.ടിയുടെ സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ്. ദെൻ ഡിജിറ്റൽ ഡിവൈഡ്. അപ്പോൾ ഈ എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസിലൊക്കെ വരുന്നതാണ് നമ്മൾ ഈ ഇൻഫർമേഷൻ ഓവർലോഡും കാര്യങ്ങളൊക്കെ. പിന്നെ ഡിജിറ്റൽ ഡിവൈഡ്, ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ഡിജിറ്റൽ ഡിവൈഡ്. എന്താണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം കമ്പ്യൂട്ടർ ഐ.ടി ഒക്കെ ഡെയിലി ആയിട്ട് ഉപയോഗിക്കുന്നവരും അത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നവരും അത് ചെയ്യാൻ പറ്റാത്തവരും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ഐ.ടി ഇൻഡസ്ട്രി ത്രെട്ട്. അപ്പോൾ ഐ.ടി ഇൻഡസ്ട്രിയിലെ ത്രെട്സ് എന്തൊക്കെയാണ്. പിന്നെ അതേപോലെ ഹാക്കിങ്, ടൈപ്സ് ഓഫ് ഹാക്കേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാക്കേഴ്സ് ഉണ്ട്. കമ്പ്യൂട്ടർ ത്രെഡ്സിനെ പറ്റിയിട്ട് പഠിക്കുക. സൈബർ ക്രൈം ഇമ്പോർട്ടൻ്റ് ആണ്, സൈബർ ക്രൈം, ടൈപ്സ് ഓഫ് സൈബർ ക്രൈമും. പിന്നെ IT ആക്ട് 2000. ഓക്കെ, പിന്നെ ഇത് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് വേസ്റ്റും ഇമ്പാക്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് വേസ്റ്റ്.
പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഗ്രീൻ കമ്പ്യൂട്ടിങ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിനെ പറ്റിയിട്ട് എല്ലാ ക്വസ്റ്റ്യനിലും ഉണ്ട്. അപ്പോൾ ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്താണ്? അപ്പോൾ എൻവിറോൺമെൻ്റലി ഫ്രണ്ട്ലി ആയിട്ട് കമ്പ്യൂട്ടറിൻ്റെ റിസോഴ്സസും കമ്പ്യൂട്ടറുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇ ഗവേണൻസിൻ്റെ ബെനിഫിറ്റ് ടൈപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യയിലെ ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാണ്? അത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ട്രഡീഷണൽ മാർക്കറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ആ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജസ് അതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ 4 P's ഏതൊക്കെയാണ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് നീഡ് എന്താണ്? അഡ്വാൻറ്റേജ് എന്താണ്? ഓക്കെ, ദെൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഡൽസ് ഏതൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഇതാണ് 5ാമത്തെ മൊഡ്യൂൾ. ഏകദേശം ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് PBSയിൽ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽ എന്ന സബ്ജക്റ്റിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിർബന്ധമായിട്ടും എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം പോവുക. ഓക്കെ, അപ്പോൾ ജയിക്കാൻ നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ജയിക്കാം. പക്ഷേ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യുന്ന ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ റെഫർ ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പഠനത്തിൽ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ എന്തായാലും ഉൾപ്പെടുത്തുക.